ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ +1 ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. കോംപ്ലക്സ് നമ്പർ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കോംപ്ലക്സ് ആയിട്ട് തോന്നും. അത്രയ്ക്ക് കോംപ്ലക്സ് ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടീസും ഒരുപാട് ഫോർമുലാസും ഇക്വേഷൻസും ഒക്കെ ഉള്ളൊരു ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ടൊന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽഡ് തിയറി ഒക്കെ എഴുതിയതിന് ഇടയ്ക്കൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടീസും ഫോർമുലാസും ഒക്കെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് വലിയൊരു ഹ്യൂജ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ചാപ്റ്റർ പോലെ നിങ്ങൾ കാണാറുണ്ട്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിനെ ഒരു വളരെ ചെറിയ സമയം കൊണ്ട് ഒരു ക്യാപ്സ്യൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചെടുക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിൽ നോക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? നമുക്കറിയാം റൂട്ടിനകത്ത് ഒരു നെഗറ്റീവ് വാല്യൂസ് അല്ലേ. അതായത് എങ്ങനെ വരും? റൂട്ടിനകത്ത് ഒരു -3 വന്നെന്ന് വെച്ചോ. ഇങ്ങനെയുള്ള നമ്പേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല അല്ലേ. ഇങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, √3 × -1 എന്ന് നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, √3 × √-1 എന്ന് കൊടുക്കുന്നത്. √-1 നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും, അയോട്ട എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കും. സോ അങ്ങനെ നമ്മൾ √3i എന്നാണ് ഈ നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഫോമിലേക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അയോട്ട എന്ന് പറഞ്ഞ കാര്യത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം നോക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിനകത്തെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അയോട്ട കയറി വരുന്നുണ്ട്. അപ്പോൾ അയോട്ടയുടെ ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, ഐ അല്ലേ. അയോട്ടയുടെ വാല്യൂ എന്താ പറയുന്നത്, √-1 ആണ് ഐ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി I² എന്ന് പറഞ്ഞാൽ എത്രയാണ്, -1. അതെങ്ങനെയായത്, √-1 × √-1 നമുക്കറിയാം -1 ആണ്. സോ I × I² ആണ്. I² = നമുക്ക് എത്ര വരും, -1 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി I³ വാല്യൂ എങ്ങനെയാണ്, I × I നമുക്കറിയാം. I × I² ആണ്. I² വാല്യൂ -1 ആണ്. ഇൻറ്റു I വരുമ്പോൾ അതെത്താവും -I എന്നാകും. റെഡി. ഇനി ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്, ഐയുടെ പവർ 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. അതായത് I⁴, then I⁸, I⁴16, I⁴12, I⁴24 ഇങ്ങനെ വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസും ഐയുടെ പവർ വന്നാൽ എത്രയായിരിക്കും വാല്യൂ, 1 ആയിരിക്കും വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇതിന് നമ്മൾ ജനറലൈസ് ചെയ്ത് എങ്ങനെ എഴുതും, I⁴n = 1 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. സോ ഇനി ഇവിടെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. എന്താണ്, I⁴n + m = I⁻m എന്ന്. അതിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, I⁻13 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, I⁻12 × I എന്ന് എഴുതാം. നമുക്കറിയാം I⁻12 എന്ന് പറഞ്ഞാൽ പവർ വന്നിരിക്കുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ആ വാല്യൂ 1 വരും. ദെൻ ബാക്കി നമുക്ക് എന്തുണ്ട്, I വരും. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, I എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യമാണ്, കൺസിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് I നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 0 ആയിരിക്കും കിട്ടുന്നത്. അതായത് I⁻11, I⁻12, I⁻13, I⁻14 4 കൺസിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് I നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 0 ആയിരിക്കും കിട്ടുന്നത്. ഇതൊരു എക്സാമ്പിൾ വേറെ നോക്കാം നമുക്ക്. I⁻15 + I⁻16 + I⁻17 + I⁻18 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 0 തന്നെ കിട്ടും. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്. നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, Z = X + IY എന്നാണ് അല്ലേ. ഇനി നോക്കുന്നത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. എന്താണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ, Z⁻ ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, X - IY, അതായത് I വരുന്നിടത്തെ സൈൻ നമ്മൾ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അതായത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഇങ്ങനെ ആയിരുന്നെങ്കിലോ, X - IY ആയിരുന്നെങ്കിലോ, Z⁻ എടുത്താൽ X + IY എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് കോൺജുഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺജുഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്, Z⁻⁻ = Z ആണ്. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് അതിനെ വീണ്ടും നമ്മൾ കോൺജുഗേറ്റ് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും, ആ കോംപ്ലക്സ് നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. സോ ഇനി നെക്സ്റ്റ് വരുന്നത് Z + Z⁻ ചെയ്താൽ നമുക്ക് റിയൽ പാർട്ട് ഓഫ് Z-ൻ്റെ 2 ടൈംസ് ആയിരിക്കും കിട്ടുന്നത്. ദെൻ Z - Z⁻ ചെയ്താലോ നമുക്ക് ഇമാജിനറി പാർട്ടിൻ്റെ 2 ടൈംസ് ആയിരിക്കും കിട്ടുന്നത്. അതെങ്ങനെയാണ് കിട്ടുന്നത്, ഒരെണ്ണം മാത്രം നമുക്കൊന്ന് നോക്കാം. Z + Z⁻ അല്ലേ. Z എന്ന് പറഞ്ഞാൽ X + IY ആണ്. ദെൻ പ്ലസ് X - IY ആണ് Z⁻. സോ -IY യും +IY യും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എത്ര വരും,
2x എന്ന് കിട്ടും. ഈ x എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടാണോ? അല്ല, റിയൽ പാർട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പറാണ്. സോ അങ്ങനെയാണ് ഇത് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് നെക്സ്റ്റിലേക്ക് നോക്കാം. അടുത്ത നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കോൺജുഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് തന്നെയാണ്. സോ ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അവരുടെ കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതെന്ത് തന്നെയായിരിക്കും? രണ്ട് കോംപ്ലക്സ് നമ്പറിൻ്റെയും കോൺജുഗേറ്റ് സെപ്പറേറ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നതിനുള്ള ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് സബ്ട്രാക്ഷൻ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ രണ്ട് പേരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരുടെ കോൺജുഗേറ്റ് എടുക്കുന്നതിന് പകരം എന്ത് തന്നെ നമുക്ക് ചെയ്യാം? രണ്ട് പേരെയും സെപ്പറേറ്റ് കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും ഡിവിഷനും നമുക്ക് വരുന്നത്. നെക്സ്റ്റ് ഇവിടെ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് z⁻n ഹോൾ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. z സ്ക്വയറിൻ്റെ കോൺജുഗേറ്റ് എടുക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം z കോൺജുഗേറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ സ്ക്വയർ എടുത്താലും നമുക്ക് എന്തേ കിട്ടുകയുള്ളൂ? സെയിം ആൻസറേ കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തത് എന്താണ് നോക്കുന്നത്? മോഡുലസ് ഓഫ് എ കോൺജുഗേറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. എന്താ അടുത്ത നമ്മൾ നോക്കുന്നത്? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. ഇനി മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. അപ്പോൾ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ജനറലി പറഞ്ഞാൽ എന്താണ്? z ഈക്വൽ ടു x പ്ലസ് iy എന്നൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മോഡ് z ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നായിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് നോക്കാം. അപ്പോൾ പ്രോപ്പർട്ടീസ് നോക്കിയാൽ നമുക്ക് ഏതൊക്കെയാണുള്ളത്? ഒരു z ബാർ, അതായത് ഇനി നമുക്ക് മോഡുലസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അതായത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് അതിൻ്റെ മോഡുലസ് എടുക്കുന്നതും ആ കോംപ്ലക്സ് നമ്പറിൻ്റെ തന്നെ മോഡുലസ് എടുക്കുന്നതും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താണ്? നമുക്കറിയാം z എന്ന് പറയുന്നത് x പ്ലസ് iy ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡ് z ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. z ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? x മൈനസ് iy ആണ്. ഇതിൻ്റെ മോഡുലസ് എടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമുക്കറിയാം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നെയല്ലേ വരുന്നത്. സോ നമുക്ക് എന്ത് തന്നെ കിട്ടും? രണ്ടുപേരുടെയും മോഡുലസ് ഈക്വൽ ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ എന്താണ്? നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് z ഇൻറ്റു z ബാർ ചെയ്താൽ എന്തായിരിക്കും? മോഡ് z സ്ക്വയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ രണ്ട് കോംപ്ലക്സ് നമ്പറുകളുടെ പ്രൊഡക്റ്റിൻ്റെ മോഡുലസ് എടുത്താൽ രണ്ട് പേരുടെയും മോഡുലസ് സെപ്പറേറ്റ് കണ്ടിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡിവിഷൻ വന്നാലും അതേപോലെ രണ്ട് പേരുടെയും മോഡുലസ് സെപ്പറേറ്റ് കണ്ടിട്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ കിട്ടും. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, അതായത് z സ്ക്വയറിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? z എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. രണ്ടും ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാം? ആർഗ്യുമെൻ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പറാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. എന്താണ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്? ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ z ഈക്വൽ ടു എക്സ് പ്ലസ് iy ആണെങ്കിൽ ആർഗ്യുമെൻ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ നമുക്ക് എങ്ങനെ വിളിക്കാം? തീറ്റ എന്ന് വിളിക്കാം. സോ തീറ്റ ഈക്വൽ ടു നമ്മൾ എങ്ങനെ എഴുതും? ടാൻ ഇൻവേഴ്സ്. ഇവിടെ എന്താണോ കോംപ്ലക്സ് നമ്പറിൻ്റെ ഇമാജിനറി പാർട്ടിൽ വരുന്നത് ആ വാല്യൂ ഡിവൈഡഡ് ബൈ റിയൽ പാർട്ടിൽ വരുന്ന വാല്യൂ എന്താണോ അതായിരിക്കും. സോ ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്. ഈ y ബൈ എക്സ് എന്ന് പറയുന്നത് ഓൾവേസ് നിങ്ങൾ എന്തെടുക്കണം? പോസിറ്റീവിൽ തന്നെ എടുക്കണം. നെഗറ്റീവ് ആണെങ്കിൽ കൂടി എന്ത് ചെയ്യണം? നിങ്ങൾ പോസിറ്റീവായിട്ടേ കൺസിഡർ ചെയ്യാവുള്ളൂ. ഇനി ഓരോ ക്വാഡ്രൻറ്റിലും നമ്മളുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്രോബ്ലത്തിൽ വളരെ ശ്രദ്ധിക്കാത്തൊരു കാര്യം തന്നെയാണ്. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും? z ഈക്വൽ ടു എക്സ് പ്ലസ് iy എന്ന് തന്നെയാണ്. സോ ആർഗ്യുമെൻറ്റിന് ഒരു വ്യത്യാസവും ഇല്ല. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് എന്ന് തന്നെയായിരിക്കും. ഇനി സെക്കൻഡ് ക്വാഡ്രൻറ്റിലേക്ക് പോയാലോ നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? z ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് iy എന്നായിരിക്കും. കാരണം എന്താണ്? റിയൽ ആക്സിസ്, അതായത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവിലേക്കും y ആക്സിസ് പോസിറ്റീവിലേക്കുമായിരിക്കും അല്ലേ. സോ z ഈക്വൽ ടു മൈനസ് എക്സ് പ്ലസ് iy എന്നായിരിക്കും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും നമ്മുടെ ആർഗ്യുമെൻ്റ് വരുന്നത്? നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് തന്നെയാണ്. ബട്ട് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ആർഗ്യുമെൻ്റ് എടുക്കണം? തീറ്റ ഈക്വൽ ടു പൈ മൈനസ് ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് എന്നായിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിലോ നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഏത് ഫോമിലാണ് വരുന്നത്? z ഈക്വൽ ടു മൈനസ് എക്സ് മൈനസ് iy എന്നാണ്. എക്സിൻ്റെ വാല്യൂവും വൈൻ്റെ വാല്യൂവും നെഗറ്റീവാണ് വരുന്നത്. സോ ഇവിടെയും എന്ത് തന്നെയാണ് ആർഗ്യുമെൻറ്റ്? ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് തന്നെ. ബട്ട് തേർഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ആർഗ്യുമെൻ്റ് എഴുതുന്നത്? തീറ്റ ഈക്വൽ ടു മൈനസ് പൈ
പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും, ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്ന് തന്നെ കൊടുക്കും. ബട്ട് ക്വാഡ്രൻ്റ് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. റെഡി? ഇനി നമുക്ക് ഫോർത്ത് ക്വാഡ്രൻ്റിലേക്ക് പോകാം. ഫോർത്ത് ക്വാഡ്രൻ്റിലെ കോംപ്ലക്സ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്താണ്? ഇസഡ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ എന്നാണ്. ഇവിടെ റിയൽ ആക്സിസ് പോസിറ്റീവും ഇമാജിനറി ആക്സിസ് നെഗറ്റീവുമായിരിക്കും. സോ ഇവിടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ് വരുന്നത്? തീറ്റ ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എന്നാണ്. ക്ലിയർ? സോ ആർഗ്യുമെൻറ്റ് നമ്മൾ പെർഫെക്റ്റ്ലി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ ആർഗ്യുമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ട് പേരുടെയും ആർഗ്യുമെൻറ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ഈക്വൽ ടു ആർഗ്യുമെൻറ്റ് ഓഫ് Z2 തന്നെ ആയിരിക്കും. ദെൻ ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ഇൻറ്റു Z2, അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് സെപ്പറേറ്റ്ലി മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവരുടെ ആർഗ്യുമെൻറ്റ് കോമൺ ആയിട്ട് കണ്ടുപിടിക്കുന്നതും, അതേപോലെ തന്നെ Z1 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം Z2 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻറ്റ് കണ്ടുപിടിച്ച് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ? സോ അതേപോലെ തന്നെയാണ് ഡിവിഷൻ വരുന്നത്. ദെൻ ഇവിടെ മെയിൻ ആയിട്ടുള്ള വേറെ രണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ഡയറക്റ്റ് തന്നെ ചോദിക്കുന്നതാണ് നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷന്. സോ ആർഗ്യുമെൻറ്റ് ഓഫ് Z ഡിവൈഡഡ് ബൈ Z ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് Z ആണ്. അതേപോലെ ആർഗ്യുമെൻറ്റ് ഓഫ് Z റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ്? n ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് Z. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്തിലേക്ക് നമുക്ക് കിടക്കാം. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇവിടെ കൊടുത്തിട്ടുണ്ട് Z ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ എന്നാണ്. ഹിയർ R ഈസ് ദ മോഡുലസ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ, ദെൻ തീറ്റ ഈസ് ദ ആർഗ്യുമെൻറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന രണ്ട് ഫോംസ് ആണ് ഓയിലേഴ്സ് ഫോം ആൻഡ് ഡി മോവിയസ് ഫോം, അല്ലെങ്കിൽ ഡി മോവിയസ് തിയറം. ഈ ഓയിലേഴ്സ് ഫോമിൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ കോംപ്ലക്സ് നമ്പറിനെ കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? E റൈസ് ടു I തീറ്റ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഡയറക്റ്റ് പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. അതേപോലെ തന്നെ E റൈസ് ടു മൈനസ് I തീറ്റനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? കോസ് തീറ്റ മൈനസ് I സൈൻ തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇവർ രണ്ടുപേരും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 കോസ് തീറ്റ എന്ന് കിട്ടും. ഇവർ രണ്ടുപേരും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2I സൈൻ തീറ്റ എന്ന് കിട്ടും. നെക്സ്റ്റ് ഡി മോവിയസ് തിയറമാണ്. നമുക്കറിയാം കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ കോസ് n തീറ്റ പ്ലസ് I സൈൻ n തീറ്റയാണ്. അതേപോലെ കോസ് തീറ്റ മൈനസ് I സൈൻ തീറ്റ ഹോൾ റൈസ് ടു n മീൻസ് കോസ് n തീറ്റ മൈനസ് I സൈൻ n തീറ്റ. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആണ്. 1ൻ്റെ ക്യൂബ് റൂട്ടുകളാണ് 1 -1 പ്ലസ് √3i/2 -1 മൈനസ് I √3i/2. ഓക്കെ, ക്ലിയർ? സോ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഈ ഫോമിനെ നമ്മൾ ഒമേഗ എന്നും ഇതിനെ നമ്മൾ ഒമേഗ സ്ക്വയർ എന്നുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവർ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഈ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റീസ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0 കിട്ടും. അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ഒമേഗ ക്യൂബ്, ഇതിൻ്റെ വാല്യൂ നമുക്ക് 1 വരും. അതായത് ഒമേഗയുടെ പവർ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഏത് പവർ വന്നാലും നിങ്ങൾക്ക് എത്രയായിരിക്കും വാല്യൂ വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. ഒമേഗ റൈസ് ടു 6 1 ആണ്. ഒമേഗ റൈസ് ടു 9 1 ആണ്. ഒമേഗ റൈസ് ടു 12 1 ആണ്. ഇങ്ങനെ ഏത് പവർ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 എന്ന് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അപ്പം ഇത്രയും ഫോർമുലാസ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസ് ഡയറക്റ്റ് ചോദിക്കുന്നതാണ്. അപ്പം ഇതെല്ലാവർക്കും ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.